വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യാനിൽ കുമാർ. ഇന്നത്തെ വീഡിയോയിൽ ഒരു 6 മണിക്ക് ശേഷമുള്ള റുട്ടീനാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് 6 മണിക്ക് ശേഷമുള്ള ഒരു ലൈഫ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എങ്ങനെയുണ്ട് അതാണ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രസ്സ് ചെയ്തിട്ട് ഇതെല്ലാം കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ അയക്കാനായിട്ട് പോകണം. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ഡെയിലി റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് എൽസിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അപ്പോൾ അമ്മ അവൾക്ക് കുറച്ച് ചോറെടുത്ത് അതിൽ ഇത്തിരി വെള്ളയ്ക്ക പച്ചടിയൊക്കെ വെച്ചിട്ട് അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. എൽസ് അവിടെ നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ ടി വിയിൽ പരസ്യമാണ്. അവൾ വേറെ എന്ത് വന്നാലും നോക്കില്ല, പാട്ട് വന്നാലോ ഒന്നും അവൾ നോക്കില്ല. പക്ഷേ ഇത് പരസ്യം വന്നു കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും ഓടിച്ചാടി തരും. അപ്പോൾ പരസ്യമാണ് ഈ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. സൗണ്ട് കുറവാണോ എന്നുള്ള കാര്യം അറിയില്ല. രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് കുറവാണോ എന്നുള്ള കാര്യം അറിയില്ല. അവൾക്ക് കഴിക്കാൻ കൊടുക്കാതെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോണ വഴിയിൽ അവിടെ വിശന്നാൽ ഞാനല്ലാതാവും എന്ന് പറയുന്നത് പോലെ വണ്ടിയിലിരിക്കില്ല, കിടന്ന് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങും. പിന്നെ അതേപോലെ ഇരുത്തിയാലും ഇരിക്കില്ല, കയ്യിലും ഇരിക്കില്ല. ഹെൽമെറ്റൊക്കെ പറിച്ചെടുത്ത് ദൂരെ എറിയാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പിന്നെ കഴിപ്പിച്ചിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ പോകുമ്പോഴത്തേക്ക് ഒരു ബോട്ടിൽ വെള്ളം എടുക്കും, അല്ലാതെ വേറൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല. ചിലപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുപോകും. അറിയാമോ? ഞാൻ ചേട്ടന് സെയിം ഡിസൈൻ കണ്ട. പിന്നെ അവള് റെഡി ആക്കിയിട്ടുണ്ട്. ജീൻസും ടീഷർട്ടും ഒക്കെ ആയിട്ട് അവൾ റെഡി ആയിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് വെളിച്ചമില്ല, അല്ലെങ്കിലും വെളിച്ചം കുറവാണ്. എല്ലാം സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് വെള്ളം എടുത്തിട്ടുണ്ട്, വേറൊന്നും എടുത്തിട്ടില്ല. അവൾക്ക് ചോറ് കൊടുത്തു. ഇനി കറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വരണ വഴിയിൽ ദോശ എന്തെങ്കിലും, തട്ട് ദോശ എന്തെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇന്ന് അങ്ങനെ. അപ്പോൾ പോയിട്ട് വരാം, ബൈ. പിന്നെ ഒരു ചെറിയ ഫ്രെയിം അവിടെ അടുത്തടുത്ത് കൊടുക്കാനുണ്ട്, അതും കൂടെ അതെടുത്തല്ല. അപ്പോൾ പോയിട്ട് വരാമേ. കേട്ടോട് മക്കളെ, ടാറ്റാ. അച്ഛൻ ഹെൽമെറ്റ് എടുത്ത് ഇനി അച്ഛൻ്റെ അവിടെ പോയിട്ട് വരണേ അമ്മ. ഇനി അച്ഛൻ ഹെൽമെറ്റ് എടുത്താൽ മനസ്സിലാവും നമ്മങ്ങോട്ട് ടൂർ പോവുകയാണെന്ന്. പിന്നെ അച്ഛൻ്റെ അവിടെ പോയാൽ മതി. തലമുടി ഒതുക്കി ഇട്ട് കൊടുക്കും. അവളെ തറവാട്ടിൽ വന്നതുപോലെയാണ്. ഹലോ 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 പറ. ഹലോ വായിച്ചാ എനിക്കണം അതിനിക്കണം. Wait.
കാര്യമില്ല. മക്കളെ അടുത്തുള്ള പരിപാടി ഇതാണ്. അയ്യോ ഹെൽമെറ്റ് വയ്ക്കാൻ സമ്മതിക്കില്ല. കണ്ട വലിച്ചു വെച്ച് ഈ സൈഡിലുള്ള ഗ്ലാസിനെയൊക്കെ പൊട്ടിച്ച് ഇനി അങ്ങ് എത്തണത് വരെ എനിക്ക് ശ്വാസം വിടാൻ സമ്മതിക്കും. അയ്യോ ഈ ഗ്ലാസ് അങ്ങനെ പോക്കറ്റിൽ അയച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഗ്ലാസ് വേണ്ട. വണ്ടി എടുത്തു. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് പകുതി വഴി 10 മണിയൊക്കെ ആയി കേട്ടോ. ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേമം സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് നമ്മുടെ എന്തൊക്കെ ദോശ, ചമ്മന്തിക്കറി, രസവട, പപ്പടം ഇത് ഇത്രയും കഴിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ, ചില ദിവസങ്ങളിലേ ഉള്ളൂ. പിറ്റേ ദിവസം പ്രിൻ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമ്മളിതേപോലെ ദോശ തട്ടും ബാക്കിയുള്ള പൈസയ്ക്ക്. അല്ലാതെ പ്രിൻ്റ് എടുക്കാൻ പിറ്റേ ദിവസം പൈസ ഇല്ലെങ്കിൽ ഒന്നും നോക്കില്ല, നേരെ വിട്ടടിച്ച് വീട്ടിലോട്ട്. വേറൊന്നും അങ്ങനെ പുറത്തൊന്നും വാങ്ങിച്ച് കഴിക്കില്ല. ചിക്കൻ അങ്ങനെയൊന്നും ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചിക്കൻ ഒട്ടും കഴിക്കില്ല. പിന്നെ ചിക്കനൊക്കെ വീട്ടിൽ വയ്ക്കുന്നത് തന്നെ കൂടുതലും കഴിക്കുന്നത്. ഇത് സംഭവം ദോശ, രസവട, പപ്പടം ഇതിപ്പോൾ കുറേ നാളായിട്ട് ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും മടുക്കണില്ല. ചേട്ടൻ പറയാൻ ഓരോ ദിവസം ഓരോ കടയിലൊന്ന് ട്രൈ ചെയ്യണം. ഒരു ദിവസം PRSൻ്റെ ഫ്രണ്ടിലായിരുന്നു ആദ്യം എന്തോന്ന് ടീ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെയായിരുന്നു സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വിചാരിച്ച് ഓരോ ദിവസം ഓരോ കടയിൽ നിന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ കഴിച്ചിപ്പോൾ നേമം എത്തി. പിന്നെ അവൾക്കാണെങ്കിൽ ദോശയും ചമ്മന്തിക്കറിയും തിരിച്ചാൽ ഞാൻ വച്ച് കൊടുക്കും. ഒരുപാടൊന്നും കഴിക്കില്ല, 2-3 പ്രാവശ്യം വാങ്ങണത് അത്ര കഴിക്കും. അത് കഴിഞ്ഞിട്ട് തുപ്പിക്കളയും. അങ്ങനെ കട തുറന്നിട്ട് അപ്പോൾ കടയും അടച്ചിട്ട് ഇനി ഒരു സ്ഥലത്തോട്ടുകൂടെ പോകണുണ്ട്.
ഞങ്ങളുടെ വീട് കുറച്ച് അപ്പുറത്താണ്. ചെങ്ങൽ ശിവക്ഷേത്രം എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ആ കാലിൽ കണ്ടില്ലേ, ആ ചെരുപ്പ് 150 രൂപയാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ വഴിയിൽ അവിടെ കൊണ്ടിട്ട് വെക്കുന്നത് കണ്ടപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നലെ മാർച്ച് 6 നമ്മുടെ എല്ലാമായ നമ്മുടെ കറുത്തമുത്ത് മത്സരം ഇവിടെ പറഞ്ഞിട്ട് 7 വർഷം ആയിരിക്കും അല്ലെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ആദര സൂചകമായിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ആ ഒരു ടോർച്ച് വെട്ടം ജസ്റ്റ് എല്ലാവരും തെളിയിക്കണം പ്ലീസ്. അദ്ദേഹത്തിന്റെ ആത്മസാധിക്ക് വേണ്ടി ഒരു ചെറിയ എല്ലാവരും പ്ലീസ്, എല്ലാവരും കൂടെ എല്ലാവരും അങ്ങനെ ഒരു മഴയത്തും വെയിലത്തും നിഴലുപോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിണ്ടും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ ധരിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോ മിന്നാമിനുങ്ങേ. അപ്പോ നമുക്കിനി മനുഷ്യന്റെ അടിപൊളി പാടിലേക്ക് പോയാലോ? അറിയല്ലേ എന്താണ് സംഭവം ചെയ്തത്? നമ്മളിവിടെ നല്ല കഴിയാണല്ലോ, നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് കഴിയണല്ലോ. ഒന്ന് കഴിയിച്ചേ ചേച്ചി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള അയ്യോ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള പെണ്ണിനെ കണ്ടേ Jamaica
പാട്ടുകളൊക്കെ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് പെറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് പുറത്ത് കണ്ട മറ്റേ ഇഗ്വാനെ തോന്നുന്നു അതിൻ്റെ പേര്, അത് പിന്നെ ഹോഴ്സ് റൈഡ്, പിന്നെ തത്ത അല്ലല്ല അതിന് വേറെന്തോ പേര് പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. രാത്രി പോസ്റ്റ് ഓഫീസിൽ പോയി എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കും, രാത്രി പോസ്റ്റ് ഓഫീസോ? തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം RMS ആ പോസ്റ്റ് ഓഫീസ് 24 hours വർക്കിംഗ് ആണ്, 7 days വർക്കിംഗ് ആണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ പാഴ്സൽ കൊണ്ടുപോകാനായിട്ട് ഒരാൾ വരും. അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തുവിടും. ആളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളങ്ങ് ടൂറ് പോലെ അങ്ങ് പോവും. സത്യം പറഞ്ഞാൽ ഇവളുണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ ഈ രാത്രി സഞ്ചാരമൊക്കെ ഇത്രയധികം ആയത്. നേരത്തെ മുമ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.